ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മൾ CBZ എക്സ്ട്രീം വണ്ടി ഉപയോഗിക്കാണ്ട് കയറി ഇരുന്നിട്ട് കാർബറേറ്റർ പെട്രോൾ കിടന്ന് മെൽറ്റായി ഓവർഫ്ലോൻ്റെ പ്രോബ്ലം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാർബറേറ്റർ ലെയ്ത്തിൽ കൊടുത്ത് ക്ലിയർ ചെയ്തെടുത്തു. ആദ്യം ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓവർഫ്ലോ വന്നു. രണ്ടാമതും വീണ്ടും കാണിക്കേണ്ടായിരുന്നു. അത് ക്ലിയറായിട്ട് മാറുന്നില്ല. കാരണം വെച്ചാൽ ബോട്ടം കേസ് അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ലീക്കേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഇരിക്കുമ്പോൾ ചെറിയൊരു നനവ് പോലെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓവർഫ്ലോ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത് കേട്ടോ. അതിന് ചെയ്യാൻ പറ്റുന്നുള്ളത് കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ കാർബറേറ്റർ അസംബ്ലിക്ക് ഏകദേശം ഒരു 5500 തുടങ്ങി 6000 രൂപ റേഞ്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം അത് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ അത് പോസിബിൾ അല്ല. കാരണം ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആദ്യത്തെ അത്രയൊന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ നനഞ്ഞ് നിൽക്കുന്നുള്ളൂ. ആദ്യം തുറക്കുമ്പോൾ തന്നെ ഇപ്പോൾ ടാപ്പ് ചെയ്ത് ഇങ്ങനെ പോണ പോലെ തന്നെ ഫുൾ ചാടി പോകുമായിരുന്നു. അപ്പോൾ ഇപ്പം അത്രയൊന്നുമില്ല, കുറവായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപയോഗത്തിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത നമ്മൾ വണ്ടി നിർത്തുന്ന സമയത്ത് പെട്രോൾ ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോവാണ്ട് നിൽക്കും. പിന്നെ ഓണാക്കിയിട്ട് വണ്ടി ഉപയോഗിക്കുമ്പോൾ കുറേശ്ശെ പോവില്ല. കാരണം ഞാൻ വണ്ടി നമ്മൾ ചിലവാക്കിക്കൊണ്ടിരിക്കുകയല്ലോ, പെട്രോൾ എടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാരണം അങ്ങനെ കാര്യമായിട്ട് പോവില്ല. പക്ഷേ 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങാനും വിട്ടുപോയി കഴിഞ്ഞാൽ ഓൾറെഡി ടാങ്കിലുള്ള പെട്രോൾ ഫുള്ള് എംറ്റി ആവും. ആ ഒരു കണ്ടീഷനിലാണ് കാർബറേറ്ററിൻ്റെ അവസ്ഥ കേട്ടോ. 100% കംപ്ലൈൻറ്റ് മാറണമെങ്കിൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കുക, വേറൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ. മാക്സിമം നമ്മൾ ട്രൈ ചെയ്തു, നടപടി ആവില്ല. ഓക്കെ, അപ്പോൾ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. ഇന്ന് 3 പ്രാവശ്യം, രണ്ടാഴ്ചയിലായിട്ട് 2 പ്രാവശ്യമായിട്ട് ഇപ്പം ചെയ്തു കൊണ്ടുവന്നതാണ്. പക്ഷേ നമുക്കത് ഉപകാരത്തിൽ പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ചില കേസുകൾ അങ്ങനെ വരാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം വണ്ടികൾ ഇപ്പോൾ കാർബറേറ്റർ പ്രോബ്ലമായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ കൂടുതൽ ഉപയോഗിക്കാണ്ടിരിക്കണമാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരാം. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടികളിലുണ്ട്, പക്ഷേ താരതമ്യേന ഉപയോഗിക്കാത്ത വണ്ടികളിൽ പെർസെൻറ്റേജ് ബേസ് കൂടുതലാണ്. ഓക്കെ, ഇതൊന്ന് ചെയ്തു നോക്കാം. നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താലാണ് കാർബറേറ്റർ കിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്ത് ഐറ്റം വരുത്താം. ഓക്കെ.